അത്രയ്ക്കും നല്ല ഫാമിലി പടമായിട്ട് തന്നെയാണ് നമ്മളെ ഈ മഞ്ഞുമകലും അതുപോലെ ഈ പ്രേമലു ജനങ്ങളെ ആകർഷിക്കുന്ന പടമായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 പടങ്ങളും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണൂർ ചിത്ര സിനിപ്ലക്സ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത് നമ്മളെ ബോർഡ് കാണാം, മഞ്ഞുമകലാണ് കാണുന്നുണ്ട്. അടുത്തത് നമ്മുടെ പ്രേമലു കണ്ടില്ലേ, പ്രേമലു കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടകൻ. ഇങ്ങനെ ഈ 4 പടങ്ങളും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോയിലൂടെ ഓരോ പടങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചിത്ര സിനിപ്ലക്സിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നതാണ്. അപ്പം റിവ്യൂ ആയിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിവ്യൂ ചെയ്താൽ എന്താണെന്നൊക്കെ. അപ്പോൾ അതുപോലെ ഈ നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലക്സിൽ നിങ്ങളെല്ലാവരും വന്ന് ഈ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായി നമ്മളെ ചിത്ര സിനിപ്ലക്സ് നമ്മളെ മണ്ണൂർ വളവിൽ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലക്സിൽ വന്ന് ആ സിനിമ കാണുമ്പോൾ ആ സൗണ്ട് സിസ്റ്റം കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായാണ് നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലക്സ്. അപ്പോൾ ഒന്ന് നിൽക്കുന്നത് നമ്മുടെ വയനാടാണ്. 2ാമത്തെ തിയേറ്റർ, കേരളത്തിലെ 2ാമത്തെ തിയേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. കേരളത്തിലെ 2ാമത്തെ തിയേറ്ററാണ്. അത്രയും സൗണ്ട് സിസ്റ്റത്തോടുള്ള തിയേറ്റർ നമ്മുടെ മണ്ണൂർ ചിത്ര സിനിപ്ലക്സ് ആണ്. ഒന്ന് വയനാടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് മനസ്സിലാക്കിയാൽ ഈ ചിത്ര സിനിപ്ലക്സിലുണ്ട് എത്ര പടങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട്. ഇന്ന് റിലീസാവുന്ന പടമാണ് തങ്കമണി. ദിലീപ് ചേട്ടൻ്റെ തങ്കമണി പടമാണ് ഇന്ന് റിലീസാവുന്നത്. അതുപോലെ മഞ്ഞുമല പടം ഇവിടെ മുന്നേറുകയാണ്. അതുപോലെ ബ്രഹ്മയുഗം, അതുപോലെ തടുകൻ, മഞ്ഞുമല പടങ്ങളൊക്കെ ഫാമിലി പടമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ബ്രഹ്മയുഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 4 പടം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണൂർ ചിത്ര സിനിപ്ലക്സിൽ. നിങ്ങളെല്ലാവരും വന്ന് ചിത്ര സിനിപ്ലക്സിൽ വന്ന് ഇന്ന് റിലീസാവുന്ന പടമാണ് തങ്കമണി. ദിലീപ് ചേട്ടൻ്റെ തങ്കമണി പടമാണ് ഇന്ന് റിലീസാവുന്നത്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. 10 മണിക്ക് റിലീസാണ്. നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ പടമായ തങ്കമണി പടം. അപ്പം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മണ്ണൂർ ചിത്ര സിനിപ്ലക്സിൽ നിന്നാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്താണെന്നൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സിസ്റ്റം എന്തൊക്കെയാണെന്ന് നിങ്ങളതിനെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായി ചിത്ര സിനിപ്ലക്സ് മാറുകയാണ്. സൗണ്ട് സിസ്റ്റമുള്ള 2 തിയേറ്ററുകളാണ് നമ്മൾ കേരളത്തിലുള്ളത്. വയനാടുള്ള കൽപ്പറ്റയിലാണ് ഒരു തിയേറ്റർ. കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായി നമ്മുടെ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലക്സ് മാറിയിരിക്കുന്ന കാര്യം എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് റിലീസാവുന്ന പടമാണ് തങ്കമണി. ദിലീപ് ചേട്ടൻ്റെ തങ്കമണി പടമാണ് ഇന്ന് റിലീസാവുന്നത്. 10 മണിക്ക് റിലീസാണ്. നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ പടമായ തങ്കമണി പടം. അവരും ചിത്ര സിനിപ്ലക്സിൽ നിങ്ങൾ പടം കാണാൻ വരിക. എല്ലാവരും പടം കണ്ട് ആസ്വദിക്കുക. അപ്പോൾ ഞാൻ ചിത്ര സിനിപ്ലക്സിലേക്ക് വന്നതാണ്. അപ്പോൾ ചിത്ര സിനിപ്ലക്സിലെ ഇതാ പടങ്ങളൊക്കെ ഓടുന്നത്. മഞ്ഞുമൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രേമലു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മഞ്ഞുമലും മുന്നേറി. വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്താണെന്നൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സിസ്റ്റം എന്തൊക്കെയാണെന്ന് നിങ്ങളതിനെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായി ചിത്ര സിനിപ്ലക്സ് മാറുകയാണ്. സൗണ്ട് സിസ്റ്റമുള്ള 2 തിയേറ്ററുകളാണ് നമ്മൾ കേരളത്തിലുള്ളത്. ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. 10 മണിക്ക് റിലീസാണ്. നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ പടമായ തങ്കമണി പടം. അപ്പം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മണ്ണൂർ ചിത്ര സിനിപ്ലക്സിൽ നിന്നാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്താണെന്നൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. തങ്കമണി പടം ദിലീപ് ചേട്ടൻ്റെ പടം റിലീസാണ്. അതുപോലെ കടകൻ കളിക്കുന്നുണ്ട്.
ഇതിപ്പോൾ മണ്ണൂർ ചിത്ര സിനി പ്ലസിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഇതൊന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിലെല്ലാവരും മണ്ണൂർ ചിത്ര സിനി പ്ലസിൽ വന്ന് പടങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക. അതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ചാവുന്ന പടമാണ് തങ്കമണി. ഈ പടം ദിലീപ് ചേട്ടൻ്റെ എല്ലാം കണ്ടില്ല. അപ്പോൾ പ്രേമലു ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞുമൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ കടുകൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പടങ്ങളൊക്കെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ തങ്കമണി പടം 10 മണിക്ക് റിലീസാണ്. അപ്പോൾ അത് ആ റിലീസിൻ്റെ പടം നിങ്ങളതിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണാൻ മണ്ണൂർ ചിത്ര സിനി പ്ലസിലേക്ക് വരിക. മണ്ണൂർ ചിത്ര സിനി പ്ലസിലേക്ക് വന്ന് ബുക്ക് ചെയ്യുക. കാര്യങ്ങളൊക്കെ പടം കണ്ട് അഭിപ്രായങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക. അതുപോലെ ഈ ചിത്ര സിനി പ്ലസിലെ സൗണ്ട് സിസ്റ്റം കൂടി നിങ്ങൾ ആസ്വദിക്കുക. അപ്പോൾ അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ ഇതിൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ സൗണ്ട് സിസ്റ്റമൊക്കെ കേരളത്തിലെ 2ാമത്തെ തിയേറ്റർ സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്റർ ഒന്ന് നമ്മൾ മണ്ണൂർവളവരും ഒന്ന് നമ്മുടെ വയനാട് കൽപ്പറ്റയിലുമാണ്. 2ാമത്തെ തിയേറ്റർ നമ്മൾ മണ്ണൂർ ചിത്ര സിനി പ്ലസിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണൂർ ചിത്ര സിനി പ്ലസിൽ വന്നിട്ട് ഈ പടം കണ്ട് നിങ്ങൾ ആ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതാണ് നമ്മളെ ചിത്ര സിനി പ്ലസ് കേട്ടോ. ദിലീപ് ചേട്ടൻ്റെ തങ്കമണി 10 മണിക്ക് റിലീസാണ്. അതുപോലെ പ്രേമലു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രേമലു പടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി പടമായ പ്രേമലു മുന്നേറുന്നു. അതുപോലെ മഞ്ഞുമൽ മുന്നേറുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എത്തിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ചിത്ര സിനി പ്ലസിൽ വന്ന് സൗണ്ട് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും ആസ്വദിക്കുക. ചിത്ര സിനി പ്ലസ് അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ മാനേജർ കേട്ടോ. മാനേജറോട് നമ്മൾ പോകുന്നുണ്ട്, അതുപോലെ നമ്മൾ വാച്ച്മാനെ പറഞ്ഞിട്ടുണ്ട്.